നല്ല ഭംഗിയുള്ള കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത്. നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോർമൽ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അതിന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് അയച്ചാൽ അതിൻ്റെ തന്നെ യോക്കിൽ ഡിഫറെൻറ്റ് പാറ്റേണാണ് വന്നേക്കുന്നത്. ഇത്തവണ ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.in സൈറ്റ് ഐ ഡി. എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ്. ഫാബ്രിക് വന്നേക്കുന്ന ഒരു കോട്ടൺ, ഒരു ഖാദി കോട്ടൺ ഫീലാണ് ഈ ഫാബ്രിക്കിന്. വിത്ത് ലൈനിങ് ആണ്, സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ടാണ്. കോളറിനൊക്കെ വന്നിട്ട് ബട്ടൺ ഇതുപോലൊരു യോക്ക് സെയിം ഫാബ്രിക് കൊണ്ട് കൊടുത്തിട്ട് അതിലേക്ക് പിൻ ടക്സ് കൊടുത്തേക്ക് കണ്ടു. ഇതുപോലെ നല്ലൊരു ഫോമൽ ലുക്ക് തരുന്ന നല്ല ഭംഗിയുള്ളൊരു കുർത്തി. 699 ആണ് റേറ്റ് വരിക. വിത്ത് ലൈനിങ് ആണ്, സ്ലിറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ട് നല്ല ലെങ്ത്തിലാണ് ചെയ്തേക്കുന്നത്. 38 to 44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ഈ രണ്ട് ഷെയ്ഡ് ചേർന്നിട്ടാണ് ഇത് വന്നേക്കുന്നത്. ബ്ലാക്കും മെറൂണും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ആ ഒരു നെക്ക് പാറ്റേൺ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ. സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. 699 ആണ് റേറ്റ്. കോട്ടൺ ഫാബ്രിക് ആണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്, പ്ലസൻറ്റ് യെല്ലോ ഷെയ്ഡ്. സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് സെയിം പാറ്റേൺ തന്നെ, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ. 38 to 44 സൈസാണ് അവൈലബിൾ. 699 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഒരു ഡബിൾ ഷെയ്ഡ് ചേർന്നിട്ട് വന്നേക്കുന്ന ഒരു കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് വന്നേക്കുന്നത്. സ്ലിറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ടാണ് വന്നേക്കുന്നത്. യോക്ക് നല്ല ഭംഗിയുള്ള കോളർ നെക്കോടുകൂടി. 699 റേറ്റ്. 38 to 44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ട്രേറ്റ് പാൻറ്റ് വേണമെങ്കിൽ സ്ട്രേറ്റ് പാൻറ്റ് ഇടാം, ലെഗിൻസ് വേണമെങ്കിൽ ലെഗിൻസ്. എല്ലാത്തിൻ്റെയും കൂടെ കുർത്തീസിൻ്റെ കൂടെ ഇപ്പോൾ ബോട്ടത്തിൻ്റെ ലിങ്കും കൂടി കൊടുക്കുന്നുണ്ട്, അതായത് ലെഗിൻസിൻ്റെയോ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് വരിക. കുർത്തി വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അതിലേക്ക് ചെറിയ വൈറ്റ് കളർ സ്ട്രൈപ്സ് പോലെ ഫാബ്രിക് ഫുള്ള് പോയിട്ടുണ്ട്. ഒരു വിസ്കോസ് റയോൺ ആണ് ഫാബ്രിക്. നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്യാനും ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. സിംപ്ലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തിയാണ്. 699 ആണ് റേറ്റ് വരുന്നത്. സ്ട്രേറ്റ് കട്ട് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത്. കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സ്ലീവ്സിൽ ഇതുപോലൊരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സ്ലീവ്സ്. വൈറ്റ് ബോട്ടം നിങ്ങൾക്ക് പെയർ ചെയ്തിട്ടാൽ നന്നായിട്ട് മാച്ച് ആയി പോകും. അതല്ല സെയിം ബോട്ടം കിട്ടുമെങ്കിൽ അങ്ങനെ ഇട്ടാലും നല്ലതായിരിക്കും. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. വൈറ്റ് കളർ വീവിങ്ങിലാണ് ആ ഒരു കുർത്തി പാറ്റേൺ പോയിരിക്കുന്നത്. 699 ആണ് റേറ്റ്. ലോങ് ആയിട്ടുള്ള കുർത്തി. ഫാബ്രിക് വന്നിരിക്കുന്ന ഒരു വിസ്കോസ് റയോൺ ഫാബ്രിക്കാണ്. നോർമൽ വാഷ് ചെയ്ത് നിങ്ങൾക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. 38 to 44 സൈസാണ് അവൈലബിൾ. വൈറ്റ് ബോട്ടത്തിനോട് നന്നായിട്ട് മാച്ച് ആയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രേറ്റ് പാൻറ്റോ ലെഗിൻസോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ സ്ട്രേറ്റ് പാൻറ്റിൻ്റെയും ലെഗിൻസിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട്, സൈറ്റ് കാറ്റഗറി ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് വൈറ്റ് പാൻറ്റ് വേണമെങ്കിൽ ഇതിനോട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ്. സിമ്പിൾ നെക്കാണ് ചെയ്തേക്കുന്നത്. സിമ്പിൾ നെക്കാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ. സ്ട്രൈപ്സ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലീനായിട്ടിരിക്കും. ഷേപ്പ് തോന്നിക്കുന്ന ഒരു ഫാബ്രിക്കുമാണ്. സ്ലീവ്സിനുള്ളിൽ ചെറിയൊരു ഫ്ലാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോർമൽ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം. 699 ഉള്ളൂ റേറ്റും. 38 to 44 സൈസ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ചെറിയ വൈറ്റ് കളർ സ്ട്രൈപ്സ് ആണ് വന്നേക്കുന്നത്. സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് വന്നത്. സിമ്പിൾ നെക്ക്. സ്ലീവ്സിൽ ഇതുപോലെ ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്
ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.